126 സങ്കീർത്തനം. അതിന് പല ബാക്ക്ഗ്രൗണ്ടുകൾ പറയും. 125 സങ്കീർത്തനം എഴുതിയത് എസ്ര നെഹമായ പ്രവാചകരുടെ കാലത്ത്, എസ്ര നെഹമ്യാവിൻ്റെ കാലത്ത് പ്രവാസത്തിലോട്ട് പോയ, അടിമത്വത്തിലോട്ട് പോയ ജനം മടങ്ങി വന്നതിന് ശേഷം പ്രൈസ് ലോർഡ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ സങ്കീർത്തനമെന്നും പറയുന്നു. പ്രൈസ് ലോർഡ്. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാനായിട്ട് പ്രൈസ് ലോർഡ് ഇങ്ങനെ അടിമത്വത്തിൽ അല്ലെങ്കിൽ പ്രവാസത്തിലോട്ട് കടന്നുപോയ എസ്ര നെഹമ്യാവിൻ്റെ കാലത്ത് പ്രവാസത്തിലോട്ട് പോയവർ മടങ്ങി വന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ സങ്കീർത്തനമാണെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അതല്ല, പ്രൈസ് ലോർഡ്, അബ്ശാലോമിനെ പേടിച്ച് ദാവീദ് രാജാവ് ചെറിയൊരു പ്രവാസത്തിലോട്ട് അല്ലെങ്കിൽ ഒളിത്താവളത്തിലോട്ട് പോയിട്ട് മടങ്ങി വന്നിരുന്ന് എഴുതിയതാണ് ഈ സങ്കീർത്തനമെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു പ്രവാസത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ എഴുതപ്പെട്ട സങ്കീർത്തനമാണ് 126 സങ്കീർത്തനം. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ. ഇനി ശ്രദ്ധിച്ചോളണം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തും. യഹോവ പ്രവാസികളെ മടക്കി വരുത്തി എന്നല്ല പറയുന്നത്. മടക്കി വരുത്തിയത് പ്രവാസികൾ മടങ്ങി വന്നെന്നല്ല പറയുന്നത്. യഹോവ ആരെ മടക്കി വരുത്തിയത്? സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തി. പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പ്രവാസികളെ ദൈവം മടക്കി വരുത്തും. സിയോന്റെ പ്രവാസികളെ ദൈവം മടക്കി വരുത്തും. എന്തുവാ ഈ സിയോൻ? സിയോൻ എന്ന് പറഞ്ഞാൽ യെരുശലേമിന്റെ വേറൊരു പേരാണ്. എന്തുവാ അത്? ദൈവത്തിന്റെ പട്ടണം, ദൈവത്തിന്റെ ജനം എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ ജനത്തെ മടക്കി വരുത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ജനത്തെ മടക്കി വരുത്തും. ഏത് പ്രതികൂലമെന്ന് പറഞ്ഞാലും, ഏത് ശോധന എന്ന് പറഞ്ഞാലും, ഏത് പ്രവാസം എന്ന് പറഞ്ഞാലും, ഇനിയൊരു മടങ്ങി വരവില്ല എന്ന് പറഞ്ഞാലും, ഇനിയൊരു മടങ്ങിപ്പോക്കില്ല എന്ന് പറഞ്ഞാലും, നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞാലും, നീ സിയോന്റെ അവകാശിയാണോ, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാണോ, പറ്റിച്ചേർന്നവനെ ദൈവം വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറഞ്ഞ് 2026 ഞാൻ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. 2026 ഞാൻ ദൈവത്തെ വിട്ട് മാറാതെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കും. 2026 ആരെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആരെല്ലാം എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ എൻ്റെ ദൈവത്തെ വിട്ട് മാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. പറ്റിച്ചേർന്നിരിക്കുന്നവനെ വിടുവിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ്. സ്തോത്രം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തും. വായിച്ചേ 14 സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം. സാംസ് 14:7. വേഗത്തിൽ വായിച്ചേ. 14 സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, അപ്പം രക്ഷ എവിടെ നിന്നാ വരുന്നേ? സിയോനിൽ നിന്ന്, ദൈവത്തിന്റെ പട്ടണത്തിൽ നിന്ന്, ദൈവത്തിന്റെ പർവ്വതത്തിൽ നിന്ന്, ദൈവത്തിന്റെ നഗരത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ് രക്ഷ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന് ആശ്രയിപ്പാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം അത് ദൈവത്തിന്റെ നഗരമാ, അത് ദൈവത്തിന്റെ പട്ടണമാ, അത് ദൈവത്തിന്റെ സാന്നിധ്യമാ. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യത്തിനകത്തോട്ട് കയറി നിന്നിട്ട് പറയണം: ഞാൻ സിയോന്റെ അവകാശിയാ, ഞാൻ സിയോനോട് ചേർന്നതാ, ഞാൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക. അവിടെ നിന്ന് മാറിപ്പോകുവാൻ ഒരിക്കലും ഞാൻ തീരുമാനിക്കത്തില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, സിയോനിൽ നിൽക്കുന്നവരെ ശ്രദ്ധിച്ചോളേ ദൈവമക്കളെ. നിങ്ങൾ സിയോനിലുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ പട്ടണത്തിനകത്ത്, ദൈവജനത്തോട് ചേർന്ന്, ദൈവ ആലയത്തിനകത്ത്, പ്രൈസ് ദി ലോർഡ്, ദൈവ സാന്നിധ്യത്തിനകത്ത് നിങ്ങൾ നിൽക്കുകയാണ്. If you are in the presence of God, God will deliver you. If you are in the presence of God, God will rescue you. If you are in the presence of God, God will redeem you. Praise the Lord. നിങ്ങൾ എത്ര കുഴഞ്ഞ ചേറ്റിലാണേലും, നിങ്ങൾ ഏത് പ്രതികൂലത്തിന്റെ നടുവിലാണേലും, നിങ്ങൾ ഏത് വൈതരണിയുടെ നടുവിലാണെങ്കിലും, you might tell, I'm going to such a difficult time. You might tell, praise the Lord, I'm going to such a difficult process in my life. കർത്താവിന്റെ വചനം പറയുക, അതേതിന്റെ നടുവിലായാലും നിങ്ങൾ സിയോനിലാണെങ്കിൽ ദൈവം നിങ്ങളെ വിടുവിക്കും. Praise the Lord. സിയോനിൽ ഉള്ളവരെ, യഹോവ സിയോന്റെ പ്രവാസികളെ. എന്തുവാ ഈ പ്രവാസം? പ്രവാസത്തിൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു പോകുന്നതാണോ? പ്രവാസം എന്ന് പറയുന്നത് സ്ലേവറി, ബോണ്ടേജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അടച്ച്
നിങ്ങളെ അടച്ചു പൂട്ടി അടിമത്തത്തിലാക്കി വെക്കുന്നത്. നിങ്ങളെ പുറത്തു പോകാൻ അനുവദിക്കാതെ, നിങ്ങളെ വളരാൻ വിടാൻ അനുവദിക്കാതെ, നിങ്ങളെ നന്നാവാൻ അനുവദിക്കാതെ, നിങ്ങളെ അടുത്ത പടിക്ക് മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ നിങ്ങളെ അടച്ചു പൂട്ടി വെക്കുന്ന ബന്ധനങ്ങളെ അടിമത്തം എന്ന് പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. പ്രവാസം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ മേൽ ശത്രുവായവൻ ജയമെടുക്കുവാൻ അധികാരം പറഞ്ഞ് നിങ്ങളുടെ മേൽ ഭരണം നടത്തുന്നതിനെയാ പ്രവാസം എന്ന് പറയുന്നത്. പ്രവാസത്തിൽ പിടിച്ചുകൊണ്ടു പോകുമ്പോ ദൈവം പറയുക, സിയോന്റെ പ്രവാസിയെ ദൈവം മടക്കി വരുത്തും. പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പ്രവാസിയെ ദൈവം മടക്കി വരുത്തും. ഒരല്പകാലത്തേക്ക് ശത്രുവിന് നിങ്ങളെ പ്രവാസത്തിലോട്ട് കൊണ്ടുപോകാം. ഒരല്പകാലത്തേക്ക് രോഗത്തിന് നിങ്ങളെ പ്രവാസികളായിട്ട് പിടിച്ചു കൊണ്ടുപോകാം. ഒരല്പകാലത്തേക്ക് ഭയമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ നിങ്ങളെ ഒരുപക്ഷെ കൊണ്ടുപോകാനായിട്ട് കഴിയും. പക്ഷേ ദൈവം നിങ്ങളെ മടക്കി വരുത്തും. പ്രൈസ് ദി ലോർഡ്. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തും. ഇന്ന് പകൽക്കാലം പറയണം, എനിക്ക് തന്നിരിക്കുന്ന പ്രൈസ് ദി ലോർഡ്, ഞാനിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല. തമ്പുരാൻ എന്നെ മടക്കി വരുത്തും. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു രോഗമുണ്ട്, രോഗത്തിന്റെ നടുവിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. എനിക്കൊരു സാമ്പത്തിക ക്ലേശമുണ്ട്, ഞാൻ അതിന്റെ നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ലജ്ജയിലൂടെ, ഞാനൊരു ഞെരുക്കത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറയണം, ഇതിനൊരു അറുതി ദൈവം നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ശത്രുവിനെ എല്ലാ കാലവും നിങ്ങളുടെ മേലെ ജയമെടുക്കുവാൻ അവൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നിങ്ങൾ സിയോന്റെ സന്തതികളാണ്, സിയോന്റെ മക്കളെ, സിയോന്റെ അവകാശികളെ, സിയോന്റെ പ്രവാസികളെ ദൈവം മടക്കി വരുത്തും. എന്തുവാ ഈ പ്രവാസം? നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം, അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഘോഷിച്ചുല്ലസിക്കും, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും, മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവകളായും തീരും. കുറുക്കന്മാർ പാർത്തിടുന്നിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം അതിന് വിശുദ്ധ വഴി എന്ന് പേരാക്കുമെന്നും ദൈവത്തിൻ്റെ ജനം വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ വസിക്കുമെന്നും പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തുവാ ഈ പ്രവാസം? നിങ്ങൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനകത്ത് 3 തരത്തിലുള്ള പ്രവാസം പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രവാസം അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി നടക്കത്തില്ല, ഇനി ഒരടി എഴുന്നേക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. മുടന്തനാ നീ, നിനക്കിനി പ്രൈസ് ദി ലോർഡ് നിനക്കൊരു എഴുന്നേൽപ്പില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് അസംഭവ്യമായത്, സംഭവിപ്പാൻ സാധ്യതയില്ലാത്തത്, ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ തമ്പുരാന്റെ വലിയ ഇടപെടലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ പറഞ്ഞേ, നടക്കത്തില്ല, ഇനി സംഭവിപ്പാൻ സാധ്യതയില്ല എന്ന് ഞാൻ പലവട്ടം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു അത്ഭുതത്തിന് സാധ്യതയില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ 2026 ഞാൻ പ്രാർത്ഥനയോടെ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നടക്കത്തില്ല എന്ന് പറഞ്ഞത് അത് സംഭവിക്കേണ്ട വർഷമാ 2026. പ്രൈസ് ദി ലോർഡ്. എന്റെ കുടുംബത്തിനകത്ത് ഇനി നന്മയുണ്ടാകത്തില്ല, എന്റെ തലമുറയുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെടുകയില്ല, എന്റെ ജോലിയിൽ ഒരു അവസരം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ ഇടത്തിൽ നിന്ന് തമ്പുരാൻ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തുന്ന വർഷമാ 2026. പ്രൈസ് ദി ലോർഡ്. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും. മുടന്തൻ ഒറ്റക്കാലി ചാടുമെന്നാണോ? മുടന്തൻ മാനിനെ പോലെ ചാടും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അവന്റെ നരിയാണികൾ ഉറച്ച്, അവന്റെ മുട്ടുകാലുകൾ ഉറച്ച്, അവന്റെ അസ്ഥി മജ്ജകൾ ഉറച്ച് അവൻ തുള്ളിച്ചാടും. സിയോന്റെ പ്രവാസികളെ യഹോവ മടക്കി വരുത്തുമ്പോൾ ഏത് പ്രവാസമായിരുന്നാലും അതിന്റെ കെട്ടുപൊട്ടും. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രവാസത്തിലാണ് ശത്രു നിങ്ങളെ ബന്ധിച്ചു വെച്ചിരിക്കുന്നുവോ ആ കെട്ട് പൊട്ടിക്കുന്നത് എന്റെ തമ്പുരാനാ. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രവാസമാണേലും ഇന്ന് പകൽക്കാലം പറയണം, ശത്രു എന്നെ ബന്ധിച്ചു വെച്ച എന്റെ പ്രവാസത്തിന്റെ അറുതി കർത്താവ് നിശ്ചയിച്ചു വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രവാസത്തിന് എന്റെ കർത്താവ് ഒരു അറുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനധികം പോകുവാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ സിയോന്റെ പ്രവാസിയാ കൊണ്ട് കർത്താവ് എന്നെ മടക്കി വരുത്തും. വർഷങ്ങളായി പ്രവാസത്തിലിരിക്കുമ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചല്ലേ, 38 വർഷം ബെഥസ്ത കുളക്കരയിൽ കടന്ന മനുഷ്യനോട് യേശു വന്നിട്ട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്? അപ്പൊ അവനെന്തുവാ പറഞ്ഞേ? ഞാൻ കുളത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ
ആരേലും പോയി അവരങ്ങ് ഇറങ്ങണം. എന്നെ കുളത്തിൽ ഇറക്കാൻ ആരുമില്ല. കർത്താവ് പറഞ്ഞു, നിന്റെ പഴയ കഥകളൊക്കെ അവിടെ വയ്ക്ക. നീ പണ്ടുള്ളവയെ നീ ഓർക്കണ്ട, മുമ്പുള്ളവയെ നീ നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. പണ്ട് നടന്നത് കർത്താവേ ഇങ്ങനെയാ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ജനുവരി മാസമാകുമ്പോൾ രോഗം വരും. ഞാൻ അടുത്തിടെ ആരോടോ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇത് പുതിയതല്ല, എനിക്ക് എല്ലാ ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും രോഗം വരാറുണ്ട്. ദൈവമക്കൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ ഏറ്റെടുത്തോണ്ടങ്ങ് ഇരുന്ന് കളയരുത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ഏപ്രിൽ മാസം ആകുമ്പോൾ എനിക്കിത് സാധാരണ വരുന്നതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് ഏപ്രിൽ മാസം ആകുമ്പോൾ എനിക്കിങ്ങനെ രോഗം വരാറുണ്ട്. എന്നാൽ അതൊരു കെട്ടാണ്. നീ ഒരു പ്രവാസത്തിലാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷയത്തിൽ നിനക്കിഷ്ടമില്ലാത്ത ഇടത്തുകൂടെ ശത്രു നിന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നീ എത്ര അധ്വാനിച്ചിട്ടും നിന്റെ നന്മ നിന്റെ ഭവനത്തിനകത്തേക്ക് വരുന്നില്ലെങ്കിൽ, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ തലമുറ നന്മ അനുഭവിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ, നിന്റെ ജോലി മേഖലയിൽ നീ എത്ര ഓടിയിട്ടും നിനക്ക് അതിനകത്തൊരു വളർച്ച നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, നീ ഓർത്തോണം, നീ ഒരു പ്രവാസത്തിലാ. ആ പ്രവാസത്തിൽ നിന്നും മടങ്ങി വരാൻ ഇന്ന് പകല് പ്രാർത്ഥിച്ചേ. സിയോന്റെ പ്രവാസികളെ ദൈവം മടങ്ങി വരുത്തും. എന്നോട് ചേർന്ന് പറ, സിയോന്റെ പ്രവാസികളെ ദൈവം മടങ്ങി വരുത്തും. അതുകൊണ്ട് എനിക്കൊരു മടങ്ങി വരവുണ്ട്, എൻ്റെ കുടുംബത്തിന് ഒരു മടങ്ങി വരവുണ്ട്. പ്രവാസത്തിനകത്തല്ല ഞാൻ കടക്കേണ്ടത്, പ്രവാസത്തിന്റെ വെളിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ അടച്ചു പൂട്ടി വെച്ചിരിക്കുന്ന, ശത്രുവായവൻ ബന്ധിച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് പുറത്തേക്ക് എൻ്റെ കർത്താവ് എന്നെ കൈപിടിച്ചു നടത്തും. നോക്കിയേ, മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഘോഷിച്ച് ഉല്ലസിച്ച് ഘോഷിക്കും. രണ്ടാമത്തെ ഭാഗം നോക്കിയേ, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവകളായും തീരും. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ഒന്ന്, അസാധ്യമെന്ന് പറഞ്ഞത് സംഭവിക്കും. അസാധ്യം പറഞ്ഞത് പറയണം. അസാധ്യമെന്ന് പറഞ്ഞത് സംഭവിക്കും. എൻ്റെ വീട്ടിൻ്റെ അകത്തെ കർത്താവേ, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇനി നടക്കത്തില്ല, ഇനി സംഭവിക്കത്തില്ല, അതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞ എല്ലാ വിഷയങ്ങളും കൊടുത്ത കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവെ, ശത്രുവായവൻ എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളെ അടിമത്തത്തിൽ അടച്ചു വെച്ച് കളഞ്ഞ, ഞങ്ങളെ പ്രവാസത്തിലോട്ട് അടച്ചു വെച്ച വിഷയങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിടുതൽ സംഭവിക്കട്ടെ. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല, ഇനിയൊരു രോഗസൗഖ്യം എനിക്ക് ഉണ്ടാകത്തില്ല, എൻ്റെ ശരീരത്തിൽ രോഗം വിട്ടുമാറത്തില്ല, എനിക്കൊരു സാമ്പത്തിക ഉന്നമനം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മേലെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. സിയോന്റെ പ്രവാസികളെ യഹോവ മടക്കി വരുത്തുന്ന ദൈവമാ. നിങ്ങളെ എന്നേക്കും പ്രവാസത്തിൽ ഇടാനായിട്ടല്ല, നിങ്ങളുടെ മേൽ എന്നേക്കും ശത്രുവായവൻ വാടകോരി ഇടാനായിട്ടല്ല, നിങ്ങളുടെ മേൽ ശത്രുവായവൻ ജയം എടുപ്പാനായിട്ടല്ല. രോഗമെന്ന പീഡനം, രോഗമെന്ന പ്രവാസം, സാമ്പത്തിക ക്ലേശമെന്ന പ്രവാസം, നിന്ന എന്ന പ്രവാസം, ലജ്ജ എന്ന പ്രവാസം, ഞെരുക്കമെന്ന പ്രവാസം, നിങ്ങളൊരു പ്രവാസത്തിലാണെങ്കിൽ ഇന്ന് പലകാലം പറ, സിയോന്റെ പ്രവാസികളെ ദൈവം മടക്കി വരുത്തും. എന്റെ കുടുംബത്തെ 2076 കർത്താവ് എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പ്രവാസത്തിലല്ല കിടക്കാൻ പോകുന്നത്, തമ്പുരാൻ ഒരു എഴുന്നേൽപ്പ് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? പ്രവാസത്തിൽ ഇരിക്കുന്നവൻ പ്രവാസത്തിലാണെന്ന് അവൻ അറിയാതിരിക്കുമ്പോഴാ. If you don't know you are under bondage, that is the biggest problem. Praise the Lord. നിങ്ങളൊരു പ്രവാസത്തിൽ ശത്രു നിങ്ങളെ ബന്ധിച്ച് ഞെരുക്കി വെക്കുമ്പോൾ ഇത് നോർമൽ ആണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. Praise the Lord. എന്നോട് എനിക്കൊരു സഹോദരൻ പറഞ്ഞു, ജോലി ചെയ്തേച്ചൊക്കെ വരും, നല്ലതായിട്ട് ജോലി അധ്വാനിക്കും, എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ട്, പൈസയും കൊണ്ടുവരുന്നുണ്ട്, മാസം നല്ല പൈസ വരുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇതേത് വഴിക്കാ പോകുന്നതെന്ന് അറിയത്തില്ല. പൈസ വീട്ടിലോട്ട് വരുന്നുണ്ട്, പക്ഷെ പൈസ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല. ഒരു തരത്തില് ഒരു സൈഡിൽ കുഞ്ഞുങ്ങൾക്ക് രോഗം, മാറി മാറി വരുന്ന രോഗങ്ങൾ, ഒത്തിരി ഒന്നിടവിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത് സാമ്പത്തികത്തിന് കൊണ്ടുവരുന്ന സമ്പത്തിനെ മുഴുവനും അങ്ങ് മാറ്റി കളയുക. പ്രൈസ് ദി ലോർഡ്. ശത്രു അകത്ത് നിൽക്കുക. നീ പ്രവാസത്തിലാ,
പ്രൈസ് ദി ലോർഡ്. നീ പ്രവാസത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ നന്മ നീ അനുഭവിക്കാതെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അത് വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അധ്വാന ഫലം നമ്മൾ കഴിക്കണം, നിങ്ങളുടെ തലമുറ കഴിക്കണം, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ശത്രുവായവൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, രോഗമിട്ട്, പ്രതികൂലമിട്ട്, ഞെരുക്കങ്ങളിട്ട്, അനാവശ്യമായ ഉപദ്രവങ്ങളിട്ട് നിങ്ങളുടെ നന്മ അവൻ താറടിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പറയണം, നിങ്ങളുടെ പ്രവാസത്തിൽ നിന്ന് നിങ്ങളുടെ ദൈവം പുറത്തേക്ക് ഇറക്കണം. ഒന്ന്, അസാധ്യമായത് സംഭവിക്കണം. രണ്ടാമത്തെ കാര്യം എന്തോ പറഞ്ഞേ? മരുഭൂമിയിൽ വെള്ളവും. മരുഭൂമിയിൽ വെള്ളവും. നിങ്ങൾ മരുഭൂമിയും വെള്ളവും രണ്ടായിട്ട് ചിന്തിച്ചേ. മരുഭൂമിയിലൂടെ വെള്ളം കാണുമോ? ഇല്ല. മരുഭൂമിയിൽ വഴി പോലും തെളിയത്തില്ല. ഉഷാര ഭൂമിയാ, ചൂടും മണലും മലരാരണ്യവും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മരുഭൂമിയിൽ വെള്ളം വരും. സ്തോത്രം. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്യയായും. അടുത്തതെന്തുവാ? വരണ്ട നിലം, ഡ്രൈ ലാൻഡ്. വരണ്ട നിലം, നീരുറവകള്, പ്രൈസ് ദി ലോർഡ്, സ്ട്രീംസ് ആയി മാറും. ഉറവകള് പൊട്ടിപ്പുറപ്പെടും. ദൈവത്തിന്റെ വാഗ്ദത്തം പറയുക. പ്രൈസ് ദി ലോർഡ്. പ്രവാസത്തിൽ ഇരിക്കുമ്പോ നിന്റെ നന്മ മുടക്കി കളഞ്ഞ വിഷയങ്ങളാണെങ്കിൽ തമ്പുരാൻ അടഞ്ഞ ഉറവകൾ തുറക്കുന്ന വർഷമായിരിക്കും 2026. പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പ്രവാസികൾക്ക്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, പറ്റി ചേർന്നിരിക്കുന്നവർക്ക് അടഞ്ഞ ഉറവകൾ തമ്പുരാൻ തുറക്കുന്ന വർഷമായി തീരും. അടഞ്ഞ ഉറവകൾ, അടഞ്ഞ ഉറവകൾ പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തിലെ അടഞ്ഞ ഉറവകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. എന്റെ ജോലി മേഖലയിലുള്ള അടഞ്ഞ ഉറവകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. എന്റെ സാമ്പത്തിക മേഖലയിലുള്ള അടഞ്ഞ ഉറവകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. എന്റെ കർത്താവേ, ഞങ്ങളുടെ നന്മയുടെ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഉറവകൾ തുറന്നു വരട്ടെ. ഉറവകൾ തുറന്നു വരട്ടെ. പുതിയ ഉറവകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. കർത്താവേ, എത്ര ചെയ്തിട്ടും കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയാതെ വണ്ണം ഞങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഉറവകൾ തുറക്കപ്പെടട്ടെ. കർത്താവേ, വരണ്ട നിലത്ത്, വരണ്ട നിലത്ത്, വരണ്ട നിലത്ത്, വരണ്ട നിലത്ത്, പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു വെള്ളത്തിന്റെ ലാഞ്ചന പോലുമില്ല, ഒരു നന്മയുടെ ലാഞ്ചന പോലുമില്ല, ഒരു അത്ഭുതത്തിന്റെ ചില സാധ്യത പോലുമില്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുക, നീ വരണ്ടതെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ദൈവം നീറുറവ തരും. പ്രൈസ് ദി ലോർഡ്. നീ വരണ്ടതെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഉറവകളെ കർത്താവ് പുറപ്പെടുവിക്കും. ഇന്ന് പകൽക്കാലം നീ വരണ്ട നിലത്ത് നോക്കി പറ, എനിക്ക് വരണ്ടതായി തോന്നിയ എന്റെ ജോലി മേഖല, എനിക്ക് വരണ്ടതായി തോന്നിയ എന്റെ സാമ്പത്തിക മേഖല, എനിക്ക് വരണ്ടതായി തോന്നിയ എന്റെ വിഷയങ്ങള് ഇന്ന് പകൽക്കാലം അവിടെ നിന്ന് ഉറവകളെ പൊട്ടി പുറപ്പെടട്ടെ. കർത്താവേ, രോഗമെന്ന പ്രവാസം, നന്മകൾ അടച്ചു കളഞ്ഞ പ്രവാസം. നിങ്ങൾ പ്രവാസങ്ങളെ പഠിക്കണം. ദീർഘനാളുകളായി രോഗം, ദീർഘനാളുകളായി നന്മ മുടങ്ങി കിടക്കുക പ്രവാസത്തിലാണ്. മൂന്നാമത്തെ ഭാഗം നോക്കി വായിച്ച് 35-ാം അധ്യായത്തിന് തന്നെ 7-ാമത്തെ വാക്യം ഒന്നുള്ളത് വായിച്ചേ. മരീചിക ഒരു പൊയ്കയായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരശുദ്ധനും അതിൽ കൂടി കടന്നു പോവുകയില്ല. അവൻ അവരോട് കൂടെ ഇരിക്കും. വഴിപോക്കർ, പോഷന്മാർ, ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല. ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വക അവിടെ കാണുകയില്ല. ഒന്നുകൂടെ പറഞ്ഞേ, വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ, പ്രൈസ് ദി ലോർഡ്, അവിടെ നടക്കും. വീണ്ടെടുക്കപ്പെട്ട, പ്രൈസ് ദി ലോർഡ്, ശത്രു കയ്യേറിയ ഇടത്ത് വീണ്ടെടുക്കപ്പെട്ടവർ നടക്കും. പ്രൈസ് ദി ലോർഡ്. ശത്രു പിടിച്ചെടുത്തത്, ശത്രു ബന്ധിച്ചു വെച്ചത്, ശത്രു കയ്യേറിയെടുത്ത് ദൈവമക്കൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ആശ്രയിക്കുന്ന സിയോന്റെ അവകാശികൾ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ, കുറുക്കന്മാർക്ക് അടക്കുന്നിടത്ത് ശത്രു കയ്യേറിയെടുത്ത് അവകാശം പറയും. ഇന്ന് പലക്കാലം അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചേ. കഴിഞ്ഞ നാളുകളിൽ ശത്രു കൈവച്ചം വെച്ചത് യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ആകട്ടെ. കഴിഞ്ഞ നാളുകളിൽ ശത്രു അപകരിച്ച നന്മകൾ യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിലേക്ക് മടങ്ങി വരട്ടെ. ശത്രു കയ്യേറിയത് യേശുവിന്റെ നാമത്തിൽ ജോലി മേഖലയിലേക്ക് മടങ്ങി വരട്ടെ. ശത്രു അവകാശം പറഞ്ഞത്, ശത്രു കൈവച്ച നിങ്ങളുടെ പഠന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. ശത്രു കൈവശം വെച്ചിരിക്കുന്ന എല്ലാ പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ നന്മകളും യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ തലമുറയിലേക്ക്, നിങ്ങളുടെ ജോലി മേഖലയിലേക്ക് അത് തിരിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഒരു വാക്യം വായിച്ചു, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 16 വേഴ്സസ് 13. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൽ റോയി, പ്രൈസ് ദി ലോർഡ്. എൽ റോയി. ഹാഗർ ദൈവത്തെ കണ്ടത് മരുഭൂമിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹാഗർ ദൈവത്തെ കണ്ടത് എവിടാ? മരുഭൂമിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹാഗർ തീർന്നു, ഹാഗർ അവസാനിച്ചു. ഹാഗറിനെ അടുത്തൊരടി വെക്കാൻ പറ്റത്തില്ല എന്ന് പ്രൈസ് ദി ലോർഡ് ഹാഗറിന് തന്നെ മനസ്സിലാക്കിയിട്ട് മോനെ കൊണ്ട് ഒരു അമ്പിൻപാട് ദൂരത്ത് കൊണ്ട് ഇട്ടേച്ച് പ്രൈസ് ദി ലോർഡ് അവന്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് നിലത്ത് മുഖമമർത്തി കരയുന്ന ഹാഗറിനോട് ദൈവം ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോ ഹാഗർ പറഞ്ഞു, എൽറോയി, ദൈവത്തെ ഞാൻ മരുഭൂമിയിൽ കണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മരുഭൂമിയിൽ നിങ്ങൾ ദൈവത്തെ കാണണം. പ്രൈസ് ദി ലോർഡ്. കാരണം നിങ്ങൾ സിയോന്റെ അവകാശികളാണ്, സിയോന്റെ പ്രവാസികളെ ദൈവം മടക്കി വരുത്തും. ഞാൻ സിയോന്റെ ഭാഗമാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഞാൻ ഓർപ്പിച്ചു പറയുക, even if you don't have lot of friends, even if you don't know lot of people, even if you don't have lot of degrees, but if you know God, that means you are successful. Praise the Lord. നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാരെ പരിചയമില്ല എങ്കിലും, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിലും, നിങ്ങൾക്ക് ദൈവത്തെ അറിയാമെങ്കിൽ തമ്പുരാൻ നിങ്ങളെ ഉയർത്തും. Know him better. ദൈവത്തെ അറിയാൻ ശ്രമിക്കുക. സിയോന്റെ പ്രവാസികളെ എല്ലാവരെയും അല്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കുറ്റമൊന്നും പറഞ്ഞു കളയരുത്. ലോകത്തിലുള്ള സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന ദൈവം തന്നെ. പക്ഷേ അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ സിയോന്റെ പ്രവാസികളെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിന് നമ്മളോട് സ്നേഹമാ. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും രാത്രിയും പകലും പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്ന് മുഴങ്കാലം അടക്കുമ്പോൾ നമ്മൾ പറയും, എന്റെ കണ്ണുനീർ ആരാ കാണുന്നത്, എന്റെ പ്രശ്നം ആരാ കേൾക്കുന്നത്, ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ലല്ലോ. വചനം പറയുക, നിന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി സൂക്ഷിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ആ തമ്പുരാൻ പറയുക, നിന്നെ എന്നേക്കും പ്രവാസത്തിലിട്ട് കളയുക അവൻ അനുവദിക്കത്തില്ല. അവൻ പ്രവാസത്തിൽ നിന്ന് നിന്നെ മടക്കി വരുത്തും. നിന്റെ കണ്ണുനീരിൽ തുരുത്തിയിലാക്കി വയ്ക്കുക ദൈവത്തിന് അതിന്റെ അളവറിയാം, അതിന്റെ അളവറിയാം. നിന്റെ കണ്ണുനീരിന്റെ കണമറിയാം, നിന്റെ കണ്ണുനീരിന്റെ അളവറിഞ്ഞ് പറയുക, നിനക്ക് പ്രവാസത്തിന് ഒരറിഞ്ഞ് നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. Glory to God, glory to God, glory to God, glory to God. അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 126 സങ്കീർത്തനം 3-ാമത്തെ വാക്യം. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവ പ്രവാസികളെ മടക്കി വരുത്തുന്ന ദൈവം. ഏത് പ്രവാസിയാ? സിയോന്റെ പ്രവാസികളെ. ഇനി ഓർത്തോളണം, സിയോന്റെ പ്രവാസിക്ക് പ്രവാസം അധികകാലം ഉണ്ടാകത്തില്ല. സിയോന്റെ പ്രവാസിക്ക് പ്രവാസം അധികം ഉണ്ടാവത്തില്ല. ഇനി അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ സിയോണിലാണെന്ന് ഉറപ്പിച്ചോളണം. ദൈവസന്നിധിയിലാണ് ഞാൻ ദൈവത്തോടാ ചേർന്ന് നിൽക്കുന്നതെന്ന് ഉറപ്പിച്ചോളണം. ഒത്തിരി പേര് പറയുന്നുണ്ട്, ഇത്ര വർഷം കൊണ്ട് പ്രശ്നമാ, ഇത്ര വർഷം കൊണ്ട് പ്രശ്നമാ. ഇന്ന് പകൽക്കാലം പറയാ, ഞാൻ സിയോന്റെ അവകാശിയാ, ഞാൻ ദൈവത്തോട് ചേർന്നതാ, ഞാൻ സിയോന്റെ അവകാശിയാ, അതുകൊണ്ട് എന്റെ കർത്താവ് എന്നെ മടക്കി വരുത്തും. പ്രൈസ് ദി ലോർഡ്. പ്രവാസത്തിന്റെ കെട്ട് പൊട്ടിച്ച് നിന്നെ അടച്ചു പൂട്ടി ശത്രുവായവൻ ബന്ധിച്ചു വെച്ചിട്ടെ അവൻ ജയകാഹളം മുഴക്കി ഇടത്ത് നിന്ന് പ്രൈസ് ദി ലോർഡ് നിന്റെ ബന്ധനത്തിന്റെ കെട്ടുപൊട്ടിച്ച് അവൻ പുറത്തിറക്കിയിട്ട് പറയുക, സിയോന്റെ പ്രവാസികളെ ദൈവം മടക്കി വരുത്തും. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർ പറയുന്ന രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ചിന്തിക്കാത്ത വൻ കാര്യങ്ങൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തെ ചെയ്ത വൻ കാര്യങ്ങൾ. ഒരു വാക്യം കൂടെ വായിച്ചു ഇതിനോട് ചേർന്ന്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യോസഫ് മരിച്ചുപോയി എന്ന് ചിന്തിച്ച് യാക്കോബ് ചത്തവനെ പോലെയായി. യാക്കോബ് പറയുന്നുണ്ട്, എൻ്റെ പ്രാണൻ പാതാളത്തിലേക്ക് ഇറങ്ങി, എൻ്റെ ഹൃദയം അതിവേദനയാൽ ദുഃഖിതമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇനി എനിക്കൊരു ചൈതന്യം ഉണ്ടാകത്തില്ല, എനിക്കൊരു മടങ്ങി വരവ് ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു നല്ല കാലം വരത്തില്ല എന്ന് വിശ്വസിച്ചിടത്ത് നിന്ന് പ്രൈസ് ദി ലോർഡ് ഇവിടെ പറയുക, യോസഫ് ജീവനോടെ ഇരിക്കുക. അത് കേട്ടപ്പോ പ്രൈസ് ദി ലോർഡ് എന്തുവാ ചെയ്തത്? യാക്കോബാരാ, യാക്കോബ് ഭക്തനാ, യാക്കോബ് ദൈവത്തിൽ ആശ്രയിച്ചവനാ, യാക്കോബ് ദൈവത്തോട് ചേർന്ന് നടന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഇത്രയൊക്കെ വാർത്തകൾ കേട്ടുവെങ്കിലും ദൈവത്തിൽ നിന്ന് അവൻ പിന്മാറിപ്പോയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കുറച്ച് കളഞ്ഞില്ല, ദൈവത്തെ തള്ളി പറഞ്ഞില്ല, ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നു. വചനം
വചനം പറയുക, എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നവനെ ഞാൻ വിടുവിക്കുന്ന ദൈവമാ. യോസേഫ് മടങ്ങി വരുമെന്ന് ഒരു സാധ്യതയുമില്ല. യോസേഫ് മരിച്ചുപോയി എന്ന് യാക്കോബ് ഉറച്ചെന്ന് വിശ്വസിച്ചു. പക്ഷെ ആരോടെങ്കിലും കുറ്റം പറഞ്ഞോ? ദൈവത്തെ തള്ളി പറഞ്ഞോ? കർത്താവെ, കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിച്ചതല്ലേ, കർത്താവെ ഞാൻ ആലയത്തിൽ പോയതല്ലേ, ഞാൻ ആരാധിച്ചതല്ലേ, ഞാൻ ദശാംശം കൊടുത്തതല്ലേ, ഞാൻ ദൈവത്തോട് ചേർന്ന് നടന്നതല്ലേ, ഇനി അതുകൊണ്ട് പ്രാർത്ഥിക്കത്തില്ല, ഇനി ഞാൻ ബൈബിൾ വായിക്കത്തില്ല, ഇനി ഞാൻ കൂട്ടായ്മയ്ക്ക് പോകത്തില്ല, ഇനി ഞാൻ ആരാധിക്കത്തില്ല എന്ന് പറഞ്ഞോ? ഇല്ല. ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് കുറവൊന്നും വരുത്തിയില്ല, ദൈവത്തെ ആരാധിക്കുന്നതിന് കുറവൊന്നും വരുത്തിയില്ല. അതുകൊണ്ട് വചനത്തിന്റെ വാഗ്ദത്ത നിവൃത്തി എന്നോണം തമ്പുരാൻ യാക്കോബിന്റെ പ്രവാസത്തിന് അറുതി നിശ്ചയിച്ചു. യോസേഫ് ജീവനോടിരിക്കുന്നു എന്ന് യാക്കോബ് കേൾക്കാനിടയായി തീർന്നു. പറ്റിയിരിക്കുന്നവനെ വിടുവിക്കും. ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. പറഞ്ഞേ, ദൈവം ഈ വർഷം എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. വിശ്വാസത്തോടെ പറ, ദൈവം എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം എൻ്റെ പഠന മേഖലയിൽ വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം എൻ്റെ ജോലി മേഖലയിൽ വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം എൻ്റെ കുടുംബത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം എൻ്റെ തലമുറയിൽ വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം എൻ്റെ ശരീരത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം എൻ്റെ വിഷയങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യും. God will do mighty things in my life. God will do mighty things in my family. God will do mighty things in my studies. God will do mighty things in my finance. God will do mighty things in my job. God will do mighty things in my parents. God will do mighty things in my children. ദൈവം എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. ശത്രു എന്നെ താറടിപ്പിച്ച് കളഞ്ഞ, ശത്രു എന്നെ ഞെരുക്കി കളഞ്ഞ വിഷയങ്ങളിൽ നിന്ന് എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്ന വർഷമാ. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 126 സങ്കീർത്തനം അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. സിയോന്റെ പ്രവാസിക്ക് ഞാനൊരു ദൂത് പറയട്ടെ. സിയോന്റെ പ്രവാസിക്ക് ഇത് വിളവെടുപ്പിന്റെ സമയമാണ്. സിയോന്റെ പ്രവാസിക്ക് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ 2026 എങ്ങനെയാ, എന്തോ നടക്കാൻ പോകുന്നത്? കർത്താവ് പറഞ്ഞു, പറ്റിച്ചേർന്നിരിക്കുന്നവനെ ഞാൻ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രവാസിലിരിക്കുന്നവനെ ഞാൻ മടക്കി വരുത്തും. സിയോന്റെ പ്രവാസിക്ക് ഇത് വിളവെടുപ്പിന്റെ കാലമാണ്. പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പ്രവാസിക്ക് ഇത് വിളവെടുപ്പിന്റെ സമയമാണ്. ആർ യു റെഡി ഫോർ ദ ഹാർവെസ്റ്റ്? പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു കൊയ്ത്തിന് തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു കൊയ്ത്തിന് തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ണുനീരോടെ കുറെ വിതച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്. ജോലി സ്ഥലത്ത് കരഞ്ഞുകൊണ്ട് നടന്നു പോയില്ലേ? സമ്പത്തിനെ മുറുകി പിടിച്ച് കരഞ്ഞുകൊണ്ട് രാത്രികാലങ്ങളിൽ ഇരുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. രോഗം ബാധിച്ച ശരീരത്തിൽ തൊട്ട് കണ്ണുനീരോടെ സമയം ചിലവഴിച്ചില്ലേ? എന്നിട്ടും ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലേ? ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വചനം പറയുക, സിയോന്റെ പ്രവാസികളെ ദൈവം മടക്കി വരുത്തും. നീ കണ്ണുനീരോടെ കൊയ്തത്, നീ വേദനയോടെ, നീ കണ്ണുനീരോടെ വിതച്ചത്, നീ ആർപ്പോടെ കൊയ്യാൻ തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഇത് നിന്റെ വിളവെടുപ്പിന്റെ കാലമാ. ഇത് നിനക്ക് വിളവെടുപ്പിന്റെ കാലമാ. സിയോന്റെ പ്രവാസികളെ ദൈവം മടക്കി വരുത്തുമ്പോ വെറുതെ അവരെ മടക്കി വരുത്തുവല്ല, അവർക്ക് വിളവെടുപ്പിന് വേണ്ടി അവരെ മടക്കി വരുത്തുകയാ. അവരൊരു ഹാർവസ്റ്റിന് വേണ്ടി, അവരൊരു കൊയ്ത്തിന് വേണ്ടി അവരെ മടക്കി വരുത്തുകയാ. നോക്കിയേ, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കണ്ണുനീരോടെ വിതച്ചൊരു വർഷം. എത്രയോ രാത്രികളിലല്ലേ ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞും മറിഞ്ഞും വിതച്ചില്ലേ? കണ്ണീരോടെ വിതച്ചില്ലേ മാമേ? തമ്പുരാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ കണ്ണീരോടെ വിതച്ചത് നീ ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമുക്കൊരു ഞെരുക്കം വരുമ്പോൾ ആരുടെ കൈ നീട്ടരുത്, ആരുടെ നേരെയും കൈ വീശരുത്, ആരുടെ നേർക്കും കൈ ചൂണ്ടരുത്. നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് സ്വർഗത്തോട് പറഞ്ഞാൽ നിങ്ങൾ പൊഴിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും സ്വർഗത്തെ സൂക്ഷിക്കുന്നുണ്ട്. തുരുത്തിയിലാക്കി വെക്കുന്ന കർത്താവ് സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ നിങ്ങളെയും എഴുന്നേൽപ്പിക്കും.
പ്രൈസ് ലോർഡ്, നിങ്ങളുടെ വിഷയങ്ങളിൽ അവൻ ഇടപെടും. പ്രൈസ് ലോർഡ്, നിങ്ങൾക്കൊരു കൊയ്ത്ത് കാലം തരും. നിങ്ങൾ കണ്ണുനീരോടെ വിതച്ചത് നിങ്ങൾ ആർപ്പോട് കൊയ്യുവാൻ ഇടയായി തീരും. എന്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് രാത്രിയുടെ ഈ യാമങ്ങളിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട് കർത്താവേ. എനിക്ക് പ്രയോജനമായി വന്ന, എനിക്ക് പ്രതികൂലമായി വന്ന എന്റെ ജോലി സ്ഥലത്തുകൂടെ ഞാൻ കണ്ണീരോട് കടന്നു നടന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് കർത്താവേ. എന്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ലാത്ത സമയത്ത് പ്രൈസ് ലോർഡ് ഞാൻ കണ്ണുനീരോട് വിതച്ച സമയങ്ങളുണ്ട് കർത്താവേ. പ്രൈസ് ലോർഡ്, എന്റെ സാമ്പത്തിക മേഖലയിൽ പ്രൈസ് ലോർഡ് അല്പമായതിനെ കൈ പിടിച്ച് ഞാൻ കണ്ണുനീരോട് വിതച്ച ഒരുപാട് സമയങ്ങളുണ്ട് കർത്താവേ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഞാൻ ഏറ്റുപറയാ, ഇതെന്റെ കൊയ്ത്തിന്റെ വർഷമാ. ഞാൻ കണ്ണുനീരോടെ വിതച്ചത് ഞാൻ ആർപ്പോടെ കൊയ്തെടുക്കും. ഞാൻ കണ്ണുനീരോടെ വിതച്ചത് എന്റെ കുടുംബം ആർപ്പോടെ കൊയ്തെടുക്കും. I am getting ready for the harvest. ഇതെനിക്ക് കൊയ്ത്തിനുള്ള സമയമാ. എന്റെ കർത്താവ് എന്റെ വിഷയങ്ങളിൽ ഇടപെടുകയാ. എന്റെ കർത്താവ് എന്റെ വിഷയങ്ങളിൽ മാറ്റം തരികയാ. ഒരു കൊയ്ത്തിന് വേണ്ടി എന്റെ കർത്താവ് എന്നെ ഒരുക്കിയെടുക്കുകയാ. ഒരു കൊയ്ത്തിനായി എന്റെ കർത്താവ് എന്നെ തയ്യാറെടുപ്പിക്കുക. കണ്ണീരോടെ വിതച്ചവൻ ആർപ്പോടെ കൊയ്യും. കണ്ണീരോടെ വിതച്ചവൻ ആർപ്പോടെ കൊയ്യും. കണ്ണീരോടെ വിതച്ചവൻ ഇന്ന് പകൽക്കാലം പ്രൈസിനോട് പറ, കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഞാൻ കണ്ണീരോടെ വിതച്ചത് ആർപ്പോടെ കൊയ്യുന്ന വർഷമായിരിക്കും. ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചത്, കണ്ണീരോടെ വിതച്ചത് കഴിഞ്ഞ നാളുകൾ കർത്താവേ അങ്ങയുടെ പാദപീഠത്തിലിരുന്ന്, എന്റെ കിടക്കയിലിരുന്ന്, എന്റെ വീട്ടിനകത്തിരുന്ന്, എന്റെ ജോലി സ്ഥലത്തിരുന്ന്, എന്റെ സാമ്പത്തിക മേഖലയെ നോക്കി, എന്റെ തലമുറയെ നോക്കി, പ്രൈസ്തലോട് ശത്രു തൊട്ട മേഖലകളെ നോക്കി, രോഗം ബാധിച്ച ശരീരത്തെ നോക്കി ഞാൻ കണ്ണുനീരോടെ വിതച്ചത് ആർപ്പോടെ കൊയ്തെടുക്കുന്ന വർഷമാണ്. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. കർത്താവ് ഇവിടെ നിന്ന് തീർക്കുന്ന വർഷമായിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ഗ്ലോറി, 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 ഗ്ലോറി. ഒത്തിരി ചിന്തിക്കണമെന്നുണ്ട്. പ്രൈസ് ലോർഡ്. ദൈവാത്മാവിൻ്റെ ആലോചന ഒത്തിരി ഉണ്ട്. സമയമില്ലല്ലോ. ഞാനൊരു വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 138 സങ്കീർത്തനം എൻ്റെ 8-ാമത്തെ വാക്യം, Psalms 138 verse 8. യഹോവ, മതി മോനെ, യഹോവ എനിക്ക് വേണ്ടി മതി, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. പ്രൈസ് ലോർഡ്. എൻ്റെ വിഷയങ്ങൾക്കെല്ലാം ഒരു പൂർണ്ണത വരുത്തുന്നത് കർത്താവാണ്, ഞാനല്ല. ഇന്ന് പകൽക്കാലം പറഞ്ഞേ, പ്രൈസ് ലോർഡ്, എൻ്റെ കർത്താവ് എൻ്റെ വിഷയത്തിൽ ഒരു പൂർണ്ണത വരുത്തും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. പ്രൈസ് ലോർഡ്. 2026 ആരംഭ ദിവസം 1-ാം തീയതി രാവിലെ എഴുന്നേറ്റ് പ്രൈസ് ലോർഡ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞേച്ച് ഞാൻ ഒരു ആവശ്യത്തിനായിട്ട് പുറത്തോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു. ഞാൻ പല വിഷയങ്ങൾ ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ദൈവാത്മാവോട് ഞാൻ വിഷയങ്ങൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിഷയങ്ങൾ ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുക്കും. എന്നിട്ട് ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഞാൻ പറഞ്ഞ കർത്താവേ, ഇന്ന വിഷയങ്ങളുണ്ട്, ഇന്ന വിഷയങ്ങൾ ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞ് ദൈവത്തോട് പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ എന്തിനാ അതിൻ്റെ പൂർണ്ണത വരുത്താനായിട്ട് ശ്രമിക്കുന്നത്? നീ വിഷയങ്ങൾ പ്രാർത്ഥനയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സമാപ്തി വരുത്തുന്നത് ദൈവമാണ്. സമാപ്തി വരുത്തുന്നത് ദൈവമാണ്. സിയോന്റെ പ്രവാസികളെ ദൈവം മടക്കി വരുത്തുമ്പോൾ പ്രൈസ് ലോർഡ് അവരെ കൊയ്ത്തിനായിട്ട് ഒരുക്കുന്നത് മാത്രമല്ല, അവരുടെ വിഷയങ്ങളിൽ ഒരു സമാപ്തി കർത്താവ് ഉണ്ടാക്കും. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം പറ, എൻ്റെ വിഷയത്തിൽ എൻ്റെ കർത്താവ് ഒരു സമാപ്തി വരുത്തും. പ്രൈസ് ലോർഡ്. നാളുകളായിട്ട് അതിനൊരു പൂർണ്ണത വരാതെ പ്രൈസ് ലോർഡ് ഈ കാര്യം എങ്ങനെ അവസാനിക്കുമെന്ന് അറിയാതെ നീ ഭാരപ്പെട്ട വിഷയങ്ങളുടെ മേലെ നാളെ എന്താകുമെന്ന്, അതിന്റെ അന്തം എന്താകുമെന്ന് ചിന്തിച്ച വിഷയങ്ങളുടെ മേലെ ദൈവത്തിന്റെ ആലോചന പറയുക, ദൈവം അതിന് സമാപ്തി വരുത്തും. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടിച്ച് ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് ദൈവത്തോട് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവ് എൻ്റെ വിഷയത്തിൽ ഒരു സമാപ്തി വരുത്തും. എൻ്റെ കർത്താവ് എൻ്റെ വിഷയത്തിൽ ഒരു സമാപ്തി വരുത്തും. ഹല്ലേലൂയ. ദൈവം ഒരു പൂർണ്ണത എൻ്റെ വിഷയത്തിനകത്ത് ഇടപെടും. പ്രൈസ് ലോർഡ്. ഞാൻ ഏതിനെ ചൊല്ലിയെല്ലാം ഭാരപ്പെട്ടുവോ ആ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. ഗ്ലോറി ടു ഗോഡ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം ദിവസത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് പോവുകയാണ്. വിഷയങ്ങൾ കർത്താവിനൊന്ന് കൊടുത്തിട്ട് ദൈവത്തോട് പറ. പ്രൈസ് ലോർഡ്. സിയോന്റെ പ്രവാസികളെ തമ്പുരാൻ മടക്കി വരുത്തുന്ന വർഷമാണ്. സിയോന്റെ പ്രവാസികളെ, പ്രൈസ് ലോർഡ്, സിയോന്റെ പ്രവാസികളെ കർത്താവെ, പ്രവാസം എത്ര വലിയതാണേലും പ്രൈസ് ലോർഡ്, ശത്രുവായവൻ കൈവച്ച മേഖലകൾ എത്ര വലിയതാണേലും ഇന്ന് പകൽക്കാലം എനിക്ക് വിടുതലിനോട് ദൂത് എൻ്റെ കർത്താവ് തന്നുവല്ലോ. പ്രൈസ് ലോർഡ്. എൻ്റെ പ്രവാസത്തിന് എൻ്റെ കർത്താവ് ഒരു അറുതി നിശ്ചയിച്ചു വെച്ചിരിക്കുകയാൽ ഞാൻ അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ വിഷയങ്ങളിൽ ദൈവം ഇടപെടുകയാൽ സ്തോത്രം. എൻ്റെ പ്രവാസത്തെ അവസാനിപ്പിച്ച് എൻ്റെ ഭവനത്തിനകത്ത് സമാധാനം, എൻ്റെ ശരീരത്തിൽ രോഗസൗഖ്യം, എൻ്റെ തലമുറയിൽ വിടുതൽ, എൻ്റെ ജോലി മേഖലയിൽ വളർച്ച, എൻ്റെ സാമ്പത്തികമായ നന്മകൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭവനത്തിനകത്ത് സംഭവിക്കാൻ പോകുകയാൽ 2026 കർത്താവേ, ഞാൻ 2025 കണ്ണീരോടെ വിതച്ചത് 2026 ഞാൻ ആർപ്പോടെ കൊയ്യുക. കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ.
കർത്താവേ, കഴിഞ്ഞ വർഷങ്ങളിൽ പല രാത്രികളിൽ കണ്ണുനീരോടെ വിധിച്ചു ആരോടും പറയാൻ കഴിയാതെ കർത്താവേ, ഞങ്ങളുടെ ഒറ്റപ്പെട്ട സമയങ്ങളിൽ രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങളുടെ കിടക്കയെ നനച്ചുകൊണ്ട് കർത്താവേ, അല്പമായ സമ്പത്തിനെ കയ്യിൽ പിടിച്ച് നാളെ എന്താകുമെന്ന് ആലോചിച്ച നിമിഷങ്ങൾ കർത്താവേ, ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങളെ ഓർത്ത് കണ്ണുനീരോടെ വിതച്ച സമയങ്ങൾ, തലമുറയുടെ പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് കണ്ണുനീരോടെ വിതച്ച സമയം ദൈവമേ, അതിൻ്റെ മേലെല്ലാം ദൈവം പ്രവർത്തിച്ചതിനായി നന്ദി കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി സ്വർഗമൊരുത്തുന്ന കൊയ്ത്തിനായി സ്തോത്രം. 2026 കണ്ണുനീരോടെ വിതച്ചു ആർപ്പോടെ കൊയ്യുന്നൊരു വർഷമാക്കി തീർത്തിരിക്കുകയാണ് കർത്താവ്. ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. ഒരു വലിയ കൊയ്ത്തിനായി ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണം. അവർ ഭാരപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് ക്ഷീണിച്ചു പോയ വിഷയങ്ങൾ ഈ വർഷം കർത്താവേ ആർപ്പോടെ കൊയ്യുന്ന വർഷമായി മാറട്ടെ. സിയോന്റെ പ്രവാസികളെ ദൈവം മടക്കി വരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഒരു വിടുതലായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വർഗം ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവേ,